ഗൈസ് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ കേട്ടോ. എനിക്ക് കമന്റ് വായിക്കാൻ നോക്കി പോകുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതോട്ട് ഞാൻ നോക്കി വെച്ച കുറച്ച് കമന്റ്സിന് മറുപടി കൊടുക്കാമെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കമന്റ് ആണ്. ബിഫോർ ദാറ്റ് എല്ലാവരും ഓക്കെ അല്ലേ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഇൻ ദ സെൻസ് ലൈക്ക് എന്റെ യൂട്യൂബ് ഫാമിലി ലൈക്ക് കൂടുതലും വീട്ടമ്മമാരാണ് ഇപ്പോൾ അനുമോളുടെ ഫാൻസ്. അതിൽ അവർ എന്നെയും ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നാണ് വളരെയധികം സന്തോഷം. അപ്പൊ നമുക്ക് മാറ്ററിലോട്ട് പോവാം. ഷൈത്യ അക്ബർ എക്സ്പോസ്ഡ് അല്ലെ, ഭയങ്കര കരച്ചില്, തിങ്കിങ് അബൌട്ട് ഫാമിലി. ഷൈത്യ ഇന്നലെ 2-3 പ്രാവശ്യം ഓൺ ചെയ്തിട്ടും പൊട്ടി 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 കരയാണ്. എൻ്റെ പാരന്റ്സ് പുറത്ത് അനുഭവിക്കുന്നുണ്ട്, എനിക്ക് ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അനുമോള് പറയുന്നുണ്ട് നീ ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞോട്ടെ, നാട്ടുകാർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനുമോള് പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. അനുമോള് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ ഞാൻ യോജിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് എനിക്ക് എന്റെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന സംഭവം സീസൺ 7 ശൈത്യക്ക് മാത്രം കിട്ടിയൊരു സംഭവമല്ല, അല്ലെങ്കിൽ അക്ബറിന് മാത്രം കിട്ടിയ സംഭവമല്ല. അക്ബറിനൊക്കെ എന്ത് സൈബർ ബുള്ളിംഗ് കിട്ടുമെന്നാണ് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു എന്താ പറയാ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലിൽ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയിരിക്കുന്ന മുഴുവൻ അനുമോൾക്കാണ്. ഞാൻ അതിന് മുമ്പ് കമന്റ് അടക്കം ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു പെൺകുട്ടിയെയും പറയാൻ പാടാത്ത രീതിയിൽ ഫുൾ പാ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതാണ് എക്സാക്ട് സൈബർ ബുള്ളിംഗ്. ആൻഡ് ശൈത്യയൊക്കെ പുറത്തായതിനു ശേഷം ഒരുപാട് റീൽസ് ഞാൻ കണ്ടിരുന്നു. മനോഹരമായ കുറെ റീൽസ്, ട്രാൻസിഷൻ വീഡിയോസ്, ട്രിപ്സിന്റെ വീഡിയോസ്, കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ശൈത്യക്ക് എന്താണ് സൈബർ ബുള്ളിംഗ്? ശൈത്യ ഉദ്ദേശിക്കുന്ന സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഈ കട്ടപ്പ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ട്രോൾസ്, റീൽസ്, കാര്യങ്ങളാണ്. അതുക്കും മേലെയാണ് അനുമോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ലൈഫിൽ ചോദിക്കുമ്പോൾ ഈ പറയുന്ന അനുമോൾക്ക് ലൈഫില്ല, അവിടെ എല്ലാവർക്കും ലൈഫ് ഉണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. ആൻഡ് അക്ബർ പറയുന്നു അക്ബറിന്റെയും ഫാമിലി വെച്ച് കളിക്കുന്നു. മറ്റേ ആര്യനാണെങ്കിൽ ഇപ്പൊ അനുമോളെ ഭാര്യയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ആ ബോംബ് വലിച്ചപ്പോഴൊക്കെ അനുമോള് സേഫ് ആയപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിനെസ്. അതായത് പുറത്ത് PR-നെ ടീംസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പോലത്തെ ഒരു കോപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സീസൺ 6 വരെ സ്പെഷ്യലി ഗേൾസിന് നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് കിട്ടിയിട്ടുണ്ട്, അവർക്കും അവരുടെ കുടുംബത്തിലും. അതിന്റെ ഒരു എക്സാക്ട് വിക്ടിം തന്നെയാണ് ഞാൻ. കാരണം എനിക്കിത് പറയാനുള്ള റൈറ്റ് മറ്റാരേക്കാളും ഉണ്ട്. കാരണം എനിക്ക് കിട്ടിയ സൈബർ ബുള്ളിംഗ് അതിനുശേഷവും ഗെയിം കഴിഞ്ഞിട്ടും സീസൺ 6-ലാണെങ്കിലും ഇപ്പോഴും മോശമായ രീതിയിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് കമന്റ് ഇടുന്നവർ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു വരണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ സീസൺ 6 വരെ ഉണ്ടായതിനു ശേഷം, അതായത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ അനുമോള് തന്നെ പറയുന്നുണ്ട് സീസൺ 6 വരെ ഉള്ളവർക്കൊന്നും ബുള്ളിംഗ് കിട്ടിയിട്ടില്ലേ, എത്രയോ പേരുണ്ട്, ദിൽഷ, സൂര്യ, ജാസ്മിൻ, ഞാൻ, ശോഭയുടെ കാര്യം, ഇപ്പൊ മസ്താനി, അതേപോലെ ഇനിയിപ്പോ കിട്ടാൻ പോകുന്നത് ആർക്കൊക്കെയാന്ന് ഞാൻ പറയാം. ബെൻസിക്ക് നല്ല രീതിയിൽ ബുള്ളിംഗ് ഉണ്ടാവും, ആദിലനൂറയ്ക്ക് നല്ല രീതിയിൽ ബുള്ളിംഗ് ഉണ്ടാവും, ശൈത്യക്ക് ഇനിയായിരിക്കും ശരിക്കുള്ള ബുള്ളിംഗ് എന്താണെന്ന് അറിയാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഇതിന്റെ ഉള്ളോട്ട് വരുന്നത്. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ റോസിക്ക് തന്നെ ഇഷ്ടമല്ലെങ്കിൽ റോസി പോയിക്കോ എന്നുള്ള രീതിയിൽ വരണമായിരുന്നു. എനിക്ക് ബുള്ളിംഗ് പറ്റില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല, എന്നെ ആൾക്കാർ ഇങ്ങനെ പറയണം കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശൈത്യയുടെ പ്രൊഫഷൻ, അക്ബറിന്റെ പ്രൊഫഷൻ എടുത്ത് പോകണമായിരുന്നു. ഇത് അമ്മയുടെ കൂടെ ഇരിക്കാൻ വേണം, അച്ഛനോട് പോകാൻ വേണം എന്നുള്ള രീതിയിൽ നിന്നാൽ പറ്റില്ല. ഇത്രയും ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ്. 24/7 ഉള്ള ഒരു ലൈവ് പ്രോഗ്രാമാണ്. ഇഷ്ടംപോലെ ക്യാമറാസ് ഉള്ളതാണ്. അപ്പോൾ ആളുകൾ കാണും, നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയും. ചിലപ്പം അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ എന്നേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ശൈത്യക്ക് മാത്രമാണ് ബുള്ളിംഗ് കിട്ടുന്നത്, അത് ഒൺലി ബിക്കോസ് ഓഫ് അനു. ശൈത്യയുടെ ജീവിതം അനു നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ശരിക്കും ഒരു പെങ്കൊച്ചിനെ അടിച്ചിടുന്ന രീതിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സ്ട്രീം ബുള്ളിംഗ് കിട്ടിയേക്കുന്ന ഒറ്റയടിക്ക് ഞാൻ പറയണെങ്കിൽ ദിൽഷ, അത് കഴിഞ്ഞ ജാസ്മിൻ, അത് കഴിഞ്ഞാൽ കിട്ടിയത് അനുമോൾക്കാണ്. അപ്പൊ ഇവര് 3 പേരും വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് കുറവാന്ന് തന്നെ പറയും. എല്ലാവർക്കും കമന്റ്സും കാര്യങ്ങളെല്ലാം വിഷമം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അനു പറഞ്ഞ മാതിരി നോക്കാൻ നിൽക്കണം, കമന്റ്സ് നോക്കാൻ നിൽക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തങ്ങ് പോവുക. കമന്റ് ഇടുന്നവർ ഇട്ടുകൊണ്ടേയിരിക്കും. ശൈത്യക്കൊക്കെ ആണെങ്കിൽ ഇനി അടുത്ത സീസൺ വന്നു കഴിഞ്ഞാലും ഇതിങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അത് പി ഇറങ്ങുന്ന സീസൺ 7 കണ്ടസ്റ്റൻസിന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആഡ് ഓൺ ആണ് ഈ ആളുകളുടെ കളിയാക്കലും സപ്പോർട്ടിങ്ങും കാര്യങ്ങളും. അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. അതേ പറയാൻ പറ്റുള്ളൂ. 1000 കൂടത്തിൽ
ദൈവത്തിൻ്റെ നാവ് അടച്ചാലും മനുഷ്യന്മാരെ നാവ് അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പാരൻസ് അത് അവർ മനസ്സിലാക്കണം. ദിസ് ഇസ് സോഷ്യൽ മീഡിയ, പീപ്പിൾ വിൽ ടോക്ക്. അത് ലോയുടെ ഭാഗത്തു നിന്ന് അത്രയും ശക്തമായ ഒരു സൈബർ ബുള്ളിങ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂൾ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ സംസാരിക്കും, ഫേക്ക് അക്കൗണ്ട് കൂടെ ഒക്കെ സംസാരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഈ 3.5 കോടി ജനങ്ങളോട് അനുമോള് പോയി പറഞ്ഞോ ശൈത്യയെ അറ്റാക്ക് ചെയ്യണം, ശൈത്യയെ സൈബർ ബുള്ളിങ് ചെയ്യണം, അല്ലെങ്കിൽ PR-നെ കൊടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചു? എനിക്കൊന്നും തോന്നുന്നില്ല അതിനകത്തൊന്നും. അപ്പോൾ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ മാതിരി ഇതിനൊന്നും പറ്റില്ലെങ്കിൽ ഇവരെ ഉള്ളിൽ പോകരുതായിരുന്നു.